നമസ്കാരം. 26-കാരിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്രം. തൊഴിലിടത്തെ ചൂഷണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി ശോഭ കരന്തലജെ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ കുറിപ്പ് പങ്കുവച്ചായിരുന്നു കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം. പൂനെയിലെ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന മകളുടെ മരണം ജോലിഭാരം മൂലമാണെന്ന് സംഭവിച്ചതെന്നും ജോലിഭാരം കാരണം ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നുവെന്നും അച്ഛൻ സിബി ജോസഫ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അന്നയുടെ അമ്മ ഇവൈ കമ്പനി സിഇഒയ്ക്ക് അയച്ച കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സംഭവിച്ചത് ദുഃഖകരമായ കാര്യമാണെന്നും ഇത് അസ്വസ്ഥപ്പെടുത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. തൊഴിലിടത്തെ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ആരോപണത്തിൽ അന്വേഷണം നടക്കുമെന്നും തൊഴിൽ മന്ത്രാലയം നീതി ഉറപ്പാക്കുമെന്നും മന്ത്രി എക്സിൽ അറിയിച്ചു. അതിനിടെ അന്നയുടെ മരണം ദുഃഖകരമാണെന്നും തീരാ നഷ്ടമാണെന്നും ഇവൈ അനുശോചന സന്ദേശത്തിൽ കുടുംബത്തെ അറിയിച്ചു. ആരോഗ്യകരമായ തൊഴിലിടം ഒരുക്കുന്നതിൽ കമ്പനി പ്രാധാന്യം നൽകുന്നു. ഇതിനു വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കമ്പനി കത്തിലൂടെ അറിയിച്ചതായി അന്നയുടെ പിതാവ് സിബി ജോസഫ് പറഞ്ഞു. മകളുടെ മരണത്തിന് കാരണം മൾട്ടിനാഷണൽ കമ്പനിയുടെ ജോലി സമ്മർദ്ദമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. മകൾക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്നും സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ലെന്നും മരിച്ച അന്നയുടെ അച്ഛൻ സിബി ജോസഫ് പറഞ്ഞു. തന്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്നും സിബി ജോസഫ് വ്യക്തമാക്കി. ഔട്ട്സൈഡ് ക്ലയൻസിന്റെ ഓഡിറ്റാണ് മോളുടെ കമ്പനി ചെയ്യുന്നത്. അവൾ മരിക്കുന്ന സമയത്ത് ബജാജ് ഓട്ടോ എന്ന കമ്പനിയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു. അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു. കൃത്യസമയത്തിനുള്ളിൽ ഈ വർക്ക് ചെയ്ത് തീർക്കണമെന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യണമെന്നുണ്ട്. 12:30 വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യണം. PGയിലെത്തുമ്പോൾ 1:30 അവിടെ എത്തിയാലും അവിടെ അഡീഷണൽ വർക്ക് കൊടുക്കും. അതുകൊണ്ട് അവൾക്ക് ഉറക്കമില്ലായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. അവൾ താമസിക്കുന്ന PGയിൽ 10 മണി കഴിഞ്ഞാൽ ഫുഡ് കിട്ടില്ല. അതുകൂടാതെ വർക്കിന്റെ സ്ട്രെസ്സും ഉണ്ടായിരുന്നു. റിസൈൻ ചെയ്ത് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ അവളാണ് പറഞ്ഞത് ഇവിടുത്തെ വർക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന വർക്കാണെന്ന്. അതുകൊണ്ട് 1 വർഷമെങ്കിലും ഇവിടെ നിൽക്കണമെന്നാണ്. എവിടെയെങ്കിലും ജോലി കിട്ടുമ്പോൾ നല്ലതാണെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് അവൾ അവിടെ നിന്നത്. അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടായിരുന്നില്ലെന്നും അന്നയുടെ അച്ഛൻ പറഞ്ഞു. അവൾ അസിസ്റ്റന്റ് മാനേജരോട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. രാത്രിയിലും ജോലി ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. ഫെബ്രുവരിയിലാണ് അവളുടെ CA റിസൾട്ട് വന്നത്. മാർച്ചിൽ അവൾ അവിടെ ജോയിൻ ചെയ്തു. ജൂലൈ 21 അതിരാവിലെയാണ് അവൾ മരിച്ചത്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും ഉറക്കമില്ലായ്മയുടെ പ്രശ്നങ്ങൾ അവൾ പറഞ്ഞിരുന്നു. അവളുടെ കോൺവെക്കേഷന് പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ECG എടുത്തു. കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉറക്കമില്ലായ്മയും സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും പ്രശ്നം മാത്രമാണ് അവൾക്ക് ഉണ്ടായിരുന്നത്. അതിനൊരു വഴി കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്. അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു. ആരോഗ്യവതിയായിരുന്നു അവൾ. ഞങ്ങൾ ലെറ്റർ എഴുതിയതിനു ശേഷമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത്. ഇനി വരുന്ന പിള്ളേർക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുതെന്നേ ഉള്ളൂ ഞങ്ങൾക്കെന്നും സിബി ജോസഫ് പറഞ്ഞു. കഠിനമായി അധ്വാനിച്ച് ആഗ്രഹിച്ച് നേടിയ ജോലിയിൽ പോലും അധിക നാൾ തുടരാനാകുന്നതിന് മുൻപെയാണ് കൊച്ചി സ്വദേശിയായ അന്ന സെബാസ്റ്റ്യൻ പേരിൽ മരണത്തിന് കീഴടങ്ങിയത്. പിന്നാലെയാണ് മേഖലയിലെ ജോലി സമ്മർദ്ദത്തെ തുറന്നുകാട്ടി കമ്പനി ചെയർമാൻ രാജീവ് മെമാനിക്ക് അന്നയുടെ അമ്മ അനിത അഗസ്റ്റിൻ തുറന്ന കത്തെഴുതിയത്. ഒരമ്മയുടെ വേദനയ്ക്കപ്പുറം ഈ മേഖലയിലെ ജീവനക്കാർ അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും ഈ കത്ത് തുറന്നു കാട്ടുന്നുണ്ട്.